ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഇഡലിയുടെ കൂട്ടത്തിൽ അതുപോലെ ഏത് ടൈപ്പ് ദോശയാണെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒനിയൻ ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, 1.5 ടേബിൾ സ്പൂണൊക്കെ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 2 നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം, ചെറിയ ജീരകം ഒന്ന് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലി ഒന്നിളക്കി കൊടുത്തിട്ട് ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന്. അപ്പോൾ തീ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ നിറം ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ സവാള എരിഞ്ഞിട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ 2 സവാള, ഈ ഒരു സൈസിലേക്ക് എരിഞ്ഞേക്കുന്നത്. അങ്ങ് കനം കുറയ്ക്കുമൊന്നും വേണ്ട. കൂട്ടത്തിൽ 6 വെളുത്തുള്ളി, മീഡിയം സൈസിൽ 6 എണ്ണം. 1/2 ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇഞ്ചി 2-3 കട്ട് ചെയ്തിട്ടുണ്ട്. അതും മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള ഒരുപാട് വഴറ്റണ്ട. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് 2 കാശ്മീരി മുളകും 3 നോർമൽ വറ്റൽമുളകും എടുത്തേക്കുന്നത്. മുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. 30 സെക്കൻഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ തക്കാളി അരിയുന്നതും കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിൽ ഒരു തക്കാളി. ഒരുപാട് പുളിയുള്ള തക്കാളി ആണെങ്കിൽ ചെറിയ ഒരെണ്ണം എടുത്താൽ മതി. ഇപ്പം ഒരു ചെറിയ പുളിയൊക്കെ ഉള്ളൊരു തക്കാളിയാണ്. ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, ഒരുപാട് വഴറ്റണ്ട. ഒരു 2 മിനിറ്റ് നേരം കൂടെയൊക്കെ ഒന്ന് വഴറ്റാം മീഡിയം ഫ്ലെയിമിൽ. മുളകും അതുപോലെ ആദ്യമേ ഒരുപാടങ്ങ് മൂപ്പിക്കണ്ട. ഇപ്പോൾ തക്കാളിയൊക്കെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. 2 മിനിറ്റ് നേരമൊക്കെ ഇളക്കിയിട്ടുണ്ട്. അത്ര മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ആറി കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ആറിപ്പോൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്, ബൗളിലോട്ട് മാറ്റാം. അരയ്ക്കുമ്പോൾ അങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കണ്ട, ചെറിയൊരു തരി കിടക്കുന്ന പോലെയൊക്കെ അരയ്ക്കാം. ഈ ഒരു രീതിയിലൊക്കെ. ഉപ്പും നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യമേ 1/4 ടീസ്പൂണേ ചേർത്തുള്ളൂ, അത് പറ്റത്തില്ല. അപ്പം ഞാൻ നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. ഇനി ഇതിലോട്ട് ഇതെല്ലാം ഒന്ന് കടുക് വറുത്തൊഴിക്കണം. 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ 1/4 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് കടുക് വറുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് വറുക്കാതെ ഇത് ഈ ഒരു രീതിയിൽ കഴിക്കാനും നല്ല ചമ്മന്തി തന്നെ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ദോശയുടെ ഇഡലിയുടെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി ഇത്. നല്ല ടേസ്റ്റായിട്ടുണ്ട് ഇത്. അപ്പോൾ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദോശ ഇഡലി മാത്രമല്ല, ഊത്തപ്പം, ബൺദോശ, അങ്ങനെ ഏത് ടൈപ്പ് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ ഇത് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക്